അങ്ങനെ നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ഒരു പൈനാപ്പിൾ ബാക്കിയായി. അപ്പോൾ ഈ പൈനാപ്പിൾ വെച്ചിട്ട് എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് പണ്ട് കണ്ടൊരു വീഡിയോ ഓർമ്മ വന്നത്. ഉപ്പിലിടാനും ജ്യൂസ് അടിക്കാനും അല്ല, പൈനാപ്പിൾ തോല് കളഞ്ഞ് ഇതിനെ നീളത്തിൽ കട്ടി കുറച്ച് ഒന്ന് മുറിച്ചെടുക്കും. അതിലേക്ക് കാശ്മീരി ചില്ലി, ഉപ്പ്, കുരുമുളക്, അല്പം പഞ്ചസാര ഇവ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഒരു നൊക്ലാച്ചി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അടുപ്പിലൊക്കെ നമ്മൾ കത്തിക്കാമെന്ന് വിചാരിച്ചത്. ഭാഗ്യത്തിന് വേഗം തീ പിടിച്ചിട്ടുണ്ട്. ഓ, കരഞ്ഞു. ചട്ടി നന്നായിട്ട് ചൂടായി. ഇനി എണ്ണ വയ്ക്കാം. കുറേ പൊടി കരി, ഇതെന്താ തീയൊക്കെ പുറത്തേക്കാണല്ലോ, ഉള്ളിൽ പോയിട്ട് കത്തുമോ. ഇതൊന്ന് പരത്തി കൊടുക്കട്ടെ. പക്ഷേ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് വന്നാൽ മതിയാ. സൗണ്ടൊക്കെ ഉണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഞാനൊന്ന് മറിച്ചിട്ടുണ്ട്. അധികം മൊരിക്കണമൊന്നുമില്ല. ഏതായാലും ചൂടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. കുഴപ്പമില്ല, പരീക്ഷിച്ച് നോക്കണം എന്ന് ഞാൻ പറയില്ല. ഇതിനേക്കാളും നല്ലത് പൈനാപ്പിൾ സാധാ പോലെ കഴിക്കുന്നതാണ്. വേണമെങ്കിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് നമ്മൾ കഴിക്കുമല്ലോ, അതേപോലെ വേണമെങ്കിലും കഴിക്കാം. അത് ഇതിനേക്കാളും ടേസ്റ്റാണ്. ഇനിയും ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ പൊരിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കുക.